24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഓൺലൈൻ ബുക്കിംഗ് ആപ്പുകളുടെ മറവിലും ഓൺലൈൻ തട്ടിപ്പ്. കംബോഡിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തട്ടിപ്പ് സംഘങ്ങൾ ഇന്ത്യക്കാരെയാണ് ലക്ഷ്യമിടുന്നത്. ഡാറ്റ എൻട്രി ജോലികൾ വാഗ്ദാനം ചെയ്ത് മലയാളികളെ തട്ടിപ്പ് നടത്താൻ പ്രേരിപ്പിക്കുന്നതായി തട്ടിപ്പ് സംഘത്തിൽ ജോലി ചെയ്തയാൾ 24-നോട് പറഞ്ഞു. അയാൾ പറയുന്നത് ആദ്യം കേൾക്കാം. കയറിപ്പോയതിനു ശേഷം അവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ട്രെയിനിങ് നമുക്ക് സാധാരണ ബേസിക് ടൈപ്പിംഗ് സ്പീഡ് ഇതെല്ലാം നമുക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവിടെ ജോബിന് കയറിയപ്പോഴാണ് അറിഞ്ഞത് ഇത് സ്കാമാണെന്ന്. രണ്ടാമത്തെ മാസം ഞാൻ പോരാണ രീതിയിൽ ഞാൻ അവിടെ ജോബ് മര്യാദക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ മൊത്തം അവിടെ അലമ്പായിട്ട് ചെയ്യാൻ തുടങ്ങി അവർ എന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ രീതിയിൽ പിന്നെ അവരായിട്ട് തന്നെ പറഞ്ഞു വിടുന്ന രീതിയിലാക്കിയെടുത്ത്. കാരണം നമ്മളായിട്ട് പോരുകയാണെങ്കിൽ അവിടെ 3-4 ലക്ഷം രൂപ കെട്ടിവെക്കണം. അത് ഒരിക്കലും നടക്കില്ല. ഒന്നെങ്കിൽ അവർ നമ്മളെ വിൽക്കും, ഇല്ലെങ്കിൽ നമ്മളായിട്ട് കാശ് കൊടുത്ത് പോകണം. ഇത് രണ്ടും എനിക്ക് നടക്കൂലെന്ന് എനിക്കറിയാം. അപ്പോൾ അവരെന്നെ പറഞ്ഞു വിടുന്ന രീതിയിൽ ഞാൻ ആക്കിയെടുത്ത്. വിശദാംശങ്ങളുമായി അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, എന്താണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? വലിയ രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പലതരത്തിലുള്ള തട്ടിപ്പാണ്. അതിനിടയിൽ ഈ ഓൺലൈൻ ബുക്കിംഗ് കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പിന്റെ ചുരുൾ അഴിയുന്നത് എങ്ങനെയാണ് അമൽ? റീജിത്ത്, ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചുള്ള വാർത്തകൾ നാൾക്കുനാൾ ഏറി വരുന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ തന്നെ നിരവധിയായിട്ടുള്ള ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച്, തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മളുടെ ചീഫ് റിപ്പോർട്ടറായിട്ടുള്ള എസ് ശ്രീകാന്ത് നൽകിയ വിവരമാണ്. അതിൽ പ്രധാനമായും അദ്ദേഹം കണ്ടെത്തിയതെന്ന് പറഞ്ഞാൽ ഈ ഒരു തട്ടിപ്പ് സംഘങ്ങൾ പ്രധാനമായും പ്രവർത്തിക്കുന്നത് അത് കംബോഡിയ കേന്ദ്രീകരിച്ചുകൊണ്ടാണെന്നാണ്. യഥാർത്ഥത്തിൽ എൻ്റെ അന്വേഷണത്തിലും ഞാൻ എത്തിപ്പെട്ടത് കംബോഡിയയിൽ തന്നെയാണ്. കംബോഡിയയിൽ സംഘടിതമായിട്ട് ഒരു IT ബിൽഡിംഗ്, വലിയ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു IT കമ്പനിക്ക് സാദൃശ്യമായിട്ടുള്ള ഒരു വലിയ ബിൽഡിംഗ് എടുത്തുകൊണ്ട് ആ ബിൽഡിങ്ങിൽ ഒന്നാകെ ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന്, വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് അവിടെ സംഘടിതമായിട്ടുള്ള ഓൺലൈൻ തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൈനംദിനമുള്ള വാർത്താ ജീവിതത്തിനിടയിൽ നമ്മൾ കാണുന്നതാണ് പലതരത്തിലുള്ള ജോലി വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് ആളുകളെ പറ്റിക്കുന്നു എന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഓൺലൈനായിട്ടും ഡേറ്റ എൻട്രി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പണം സമ്പാദിക്കാം എന്നുള്ളൊരു വാഗ്ദാനം. അതിൻ്റെ മറ പിടിച്ചുകൊണ്ട് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ നടത്തുന്ന അങ്ങേയറ്റം ഗൗരവകരമായിട്ടുള്ള വാർത്തയാണ് നമ്മളിപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ആ തട്ടിപ്പ് സംഘങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ തന്നെ നമ്മളോട് അങ്ങേയറ്റം ഒരു മാപ്പുസാക്ഷി എന്ന നിലയിൽ മാനസാന്തരപ്പെട്ടുകൊണ്ട് നമ്മളോട് പറയുകയാണ് അവിടെ നടക്കുന്ന അങ്ങേയറ്റം ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ. ഒരു കൊലപാതകം പോലും അവിടെ ഇതിന്റെ ഭാഗമായി സംഭവിച്ചിരുന്നു എന്ന വ്യക്തമായ മൊഴി അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നാളെ രാവിലെ നമ്മൾ പുറത്തുവിടുന്നതാണ്. പലരുടെയും ഈ ആളുകളെ ഇവർ സമീപിക്കുന്നത് എങ്ങനെയാണ്? ഈ കംബോഡിയ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പാണ് ഇത് എന്ന് വ്യക്തമാവുന്നത് ഏത് ഘട്ടത്തിലാണ്? അവരുടെ ഒരു പ്രവർത്തന രീതി, അവരുടെ ശൈലി, അതൊക്കെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത് എങ്ങനെയാണ് അമൽ? തീർച്ചയായും റീജിത്ത്, ഇവരുടെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് മുൻനിരയിലുള്ള ആപ്പുകളെ, അതായത് ട്രിവാഗോ, ഊബർ പോലെയുള്ള ബുക്കിംഗ് സൈറ്റുകളെ അതിൻ്റെ മറ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ സൈറ്റുകളുടെ വ്യാജ പതിപ്പുകൾ, വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിച്ചെടുത്തുകൊണ്ട് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് തങ്ങളുടെ പക്കലേക്ക് എത്തുന്ന ഡേറ്റയിലുള്ള ആളുകളിലേക്ക് അയച്ചു കൊടുത്ത് ആ ലിങ്കിൽ കയറുവാൻ ഈ ജോലി തേടി നിൽക്കുന്ന, ജോലി അന്വേഷിച്ച് നിൽക്കുന്നവരെ പ്രേരിപ്പിച്ചുകൊണ്ട് അവരതിൻ്റെ അകത്ത് കയറിയിട്ട് ആ ഒരു ആപ്പിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ റേറ്റിംഗ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വ്യാജമായ നിലയിൽ തങ്ങളുടെ കയ്യിലുള്ള പൈസ ഇട്ട് അത് ബുക്ക് ചെയ്തെടുക്കുക. ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അടച്ച പൈസ, ഇപ്പോൾ 2000 രൂപ വെച്ച് നിങ്ങൾ ആ ഒരു ബുക്കിംഗ് നടത്തി, അതിനുശേഷം ആ ബുക്കിങ്ങിൽ നിന്ന് നിങ്ങൾ മുടക്കിയ 2000 രൂപയും അതോടൊപ്പം 500 രൂപ നിങ്ങളുടെ ശമ്പളവും കൂട്ടി നിങ്ങൾക്ക് മടക്കി തരും എന്നൊരു വാഗ്ദാനമാണ് ഇവർ ആദ്യം വയ്ക്കുക. ആദ്യത്തെ തവണ നിങ്ങൾ ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് പണം മുടക്കുന്നത് അതുപോലെ തന്നെ സംഭവിക്കും. നിങ്ങൾക്ക് 500 രൂപ അവർ സാലറി തരികയും ചെയ്തു. പിന്നീട് കൂടുതൽ ഇമൗണ്ടുകൾ നിങ്ങളെ കൊണ്ട് നിക്ഷേപിക്കുവാൻ ശ്രമിക്കും. അങ്ങനെ നിങ്ങൾ നിക്ഷേപിച്ചാൽ പെട്ടെന്നൊരു ദിവസം നിങ്ങൾക്കത് റീഫണ്ട് ചെയ്തെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ വരും, നിങ്ങൾക്ക് ശമ്പളം കിട്ടാത്തൊരവസ്ഥ വരും. പിന്നീട് ഇവരെക്കുറിച്ച് അന്വേഷിച്ചാൽ ഈ ഒരു വെബ്സൈറ്റ് നിലനിൽക്കുന്നതിൻ്റെ യാതൊരു തരത്തിലുള്ള ഒരു ദൃഷ്ടാന്തങ്ങളും കാണാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിലാണ് ആളുകളെ പറ്റിക്കുന്നത്. ഇതിനു വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നത് കംബോഡിയയിൽ നിന്നല്ല, ഇന്ത്യ, ബംഗ്ലാദേശ് പോലുള്ള 3-ാം ലോക രാജ്യങ്ങളിൽ നിന്നാണ് ആളുകളെ ഇത്തരത്തിൽ വേണ്ടി ഒരു തട്ടിപ്പ് നടത്തുവാൻ വേണ്ടി റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റീജിത്ത്.
ശരി, അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. എല്ലാ പ്രേക്ഷകരും ഓർത്തുവെക്കേണ്ട ഒരു കാര്യമുണ്ട്. പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ. അത് വല്ലാത്ത നടുക്കമുണ്ടാക്കുന്ന വിവരങ്ങളാണ്, വലിയ ഞെട്ടലുണ്ടാക്കുന്ന വിവരങ്ങളാണ്. ആരും തട്ടിപ്പിനിരയാവാം എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഒരു ജാഗ്രത പുലർത്തുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള പോംവഴി. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.